അല്ല, ഹീ ഈസ് സോ കാഷ്വൽ. ബിക്കോസ് അങ്ങനെ ഇത് കഴിയുമ്പോൾ അങ്ങനെ മുങ്ങും നോക്കുക. ഒരു 2 മാസത്തേക്ക് കക്ഷിയെ കാണുന്നു. ഇപ്പോൾ തന്നെ കേൾക്കുന്നുണ്ട്, അങ്ങനത്തെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഉടൻ അദ്ദേഹം ഉടനെ പോകും, ടിക്കറ്റ് ബുക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ വരുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. നിന്ന നിപ്പിൽ 2 മാസമൊക്കെ കാണാതെ പോകും. അറിയാം, സോണിയാഗാന്ധിക്ക് അറിയാമായിരിക്കാം. പ്ലസ് മോദിയുടെ ഇൻ്റലിജൻസിന് അറിയാതെ പറ്റില്ലല്ലോ. ഒരാൾ വിദേശത്തേക്ക് കടന്നാൽ അങ്ങനെ അറിയാതെ കിടക്കാൻ പറ്റില്ല. ദേ നോ ദാറ്റ്. ബട്ട് ലുക്ക് അറ്റ് ദ ഡീസൻസി ഓഫ് മോദി. ഇന്ന് വരെ മോദി ഈ സാധനം പുറത്തു വിട്ടില്ല. മോദിക്ക് വേണമെങ്കിൽ പറയാം ഇയാൾ ഇന്ന സ്ഥലത്ത് ചുറ്റി നടക്കുകയാണെന്ന് പറയാം. ബട്ട് ഹി നെവർ ഡിഡ് ദാറ്റ്. അതൊക്കെ ഒരു ഡീസൻസിയുടെ പ്രശ്നമാണല്ലോ. യു വാണ്ട് ടു കീപ് സംതിങ് കോൺഫിഡൻഷ്യൽ, ഓക്കെ, ഐ വിൽ കീപ്പ് ഇറ്റ് കോൺഫിഡൻഷ്യൽ. പുറത്താരും അറിയില്ല, ശരി, വേണ്ട, ആയിക്കോട്ടെ. ബട്ട് ഇയാൾ അറിഞ്ഞ് പുറത്ത് പോകുമ്പോൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലും കേംബ്രിഡ്ജിലും ഒക്കെ ചെയ്യുന്ന പ്രസംഗങ്ങളിൽ എന്താ പറയുന്നത്? ഇയാൾ പറഞ്ഞു, മോദി ഹാസ് സ്പ്രെഡ് ഫ്യൂവൽ ത്രൂ ഔട്ട് ഇന്ത്യ. ഓൺലി 1 spark is needed, India will burn. ഇത് രാഹുൽ ഗാന്ധിയുടെ വാക്കുകളാണ്. പുറത്തുപോയത് തന്നെയാണല്ലോ പറയാറ്, എല്ലാം ഇന്ത്യക്കെതിരെയാണല്ലോ. ഇന്ത്യ കത്തുമെന്ന് ഇൻഡയറക്ട്ലി ഹി വാസ് ഗിവിങ് സിഗ്നൽ ദാറ്റ് ഇന്ത്യ ഈസ് ഗോയിങ് ടു ബേൺ. ഞാൻ അതാണ് എൻ്റെ കൺസേൺ തുടക്കത്തിൽ പറഞ്ഞത്. വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ആഫ്റ്റർ June 4th ഈസ് എനിബഡീസ് ഇമാജിനേഷൻ. ദേ വിൽ ഗോ ടു എനി എക്സ്റ്റെൻറ്റ്. ഈ ക്യാമ്പയിനിങ്ങിലും അത് ഇദ്ദേഹം പറയുന്ന ജാതി, സൈന്യത്തിൽ പോലും ജാതി കാര്യങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ IIT-യിലെ കാര്യങ്ങൾ വളരെ ഒരു റിപ്പൾസീവ് ആയുള്ള രീതിയിൽ ഇന്ത്യ എങ്ങനെ തകർക്കാൻ പറ്റും, ആ രീതിയിലുള്ള ഒരു അർബൻ നെക്സൽ ഒരു വോക്കൽ അങ്ങനെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ എല്ലാ പ്രസംഗങ്ങളൊക്കെ. അത് യഥാർത്ഥത്തിൽ ഇപ്പോഴാരാണ് ഈ രാഹുൽ ഗാന്ധിയുടെ ഉപദേശകർ എന്നുള്ളതാണ് മനസ്സിലാകുക. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി എഴുതി കൊടുക്കുന്ന സ്പീച്ച്, ആ എഴുതി കൊടുക്കുന്ന സ്പീച്ച് നേരെ മനസ്സിൽ വെച്ചിട്ട് ഡെലിവറി ചെയ്യാൻ ഇദ്ദേഹത്തിന് പറ്റേണ്ടത്, അത് പറ്റാറില്ല. അതുകൊണ്ടൊക്കെയാണ് പലപ്പോഴും ഈ അബദ്ധം പറ്റുന്നത്. അവരാണ് ഈ മൊത്തം ഈ നരേറ്റീവ് തീരുമാനിക്കുന്നത്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി അലോങ് വിത്ത് ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ആൻഡ് ദിസ് ADR പീപ്പിൾ, ഇവരൊക്കെ ചേർന്നിട്ടാണ് ഈ നരേറ്റീവ് തീരുമാനിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് രാഹുൽ ഗാന്ധി സംസാരിക്കും. അത് ജയറാം രമേശ് ഏറ്റുപാടും. പാവം ഇങ്ങേര് മാത്രം അധീർ രഞ്ജൻ ചൗധരി ഫെൽ ഓഫ് ഫ്രം ദിസ് ഗ്യാങ്. അധീർ രഞ്ജൻ ചൗധരി ഒരു അഭിമുഖത്തിൽ പറഞ്ഞല്ലോ, പൈസ തരാത്തതുകൊണ്ടാണ് ഞാൻ അഡാനിയെ ചീത്ത പറയുന്നത്. ഹംകോ പൈസ ദേ ഞാൻ ബന്ദ് കർ ദൂംഗാ. പൈസ തന്നാൽ ഞാൻ നിർത്തും. ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ ചെയ്ത ആൾ ഓർക്കാതെ പൊട്ടിച്ചിരിച്ചു പോയി. ദാദാ ഇതെന്താ പറയുന്നത്, പൈസ തന്നു കഴിഞ്ഞാൽ നിർത്താമെന്നു. നീ പോയി പറഞ്ഞു നോക്ക്, അയാൾ എന്നെ BPL-കാരനായിട്ടാണ് കൂട്ടുന്നത് അദാനി. ബിലോ പോവർട്ടി തല്ലിപ്പൊളിയാണെന്നുള്ള അർത്ഥത്തിൽ. അതുകൊണ്ട് എനിക്ക് അയാൾ പൈസ ഒന്നും തരാറില്ല. ഞാൻ ചീത്ത വിളി, പൈസ തന്നാൽ നിർത്താം, നീ ശ്രമിച്ചു നോക്കുക. അയാൾ തരില്ല, അയാൾ ഞാൻ BPL അയാൾ കണക്ക്. ഈ ഇൻ്റർവ്യൂ പുറത്ത് അധീർ രഞ്ജൻ ചൗധരി. അപ്പോൾ എനിക്ക് സങ്കടം തോന്നി കേട്ടോ. നല്ലൊരു മനുഷ്യനാണ്, ഇവരുടെ നടുക്കപ്പെട്ടു പോയതാണ് ആ പാവം അധീർ രഞ്ജൻ ചൗധരി. സ്ട്രേറ്റ് ഫോർവേഡാണ്. ഇതുവരെ വന്ന എക്സിറ്റ് പോളുള്ള ട്രെൻഡ് നോക്കുമ്പം എല്ലാം NDA വീണ്ടും തിരിച്ചു വരും, BJP 300-ൽ കൂടുതൽ സീറ്റ് നേടും എന്നുള്ള ട്രെൻഡ് തന്നെയാണ് കാണിക്കുന്നത്. പിന്നെ ടൈംസ് നൗവും ടൈംസ് നൗ സീ വോട്ടറും പിന്നെ ഇന്ത്യ ടുഡേ ആക്സിസ്, ഇത് രണ്ടാണ് എല്ലാവരും വളരെ ശ്രദ്ധിച്ച് നോക്കുന്നത്. അപ്പോൾ ഇതും ആ ഒരു ട്രെൻഡ് തന്നെയാണ് അവർ കാണിക്കുന്നത്. പക്ഷേ അവർ അത്ര പ്രോഗ്രസ് ആയിട്ടില്ല ഇപ്പോൾ നമ്മളിപ്പോൾ ഈ സംസാരിക്കുമ്പോൾ. അപ്പം പൊതുവേ അങ്ങനെയാണെങ്കിൽ നമുക്കിതൊരു വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിക്കില്ല എന്നുള്ളൊരു അനാലിസിസ്. ഇതിൽ എനിക്ക് തോന്നുന്നത് ഇതുവരെ വന്ന റിസൾട്ടുകൾ ഞാൻ നോക്കിയതിൽ കുറച്ച് നഷ്ടം BJPക്ക് സംഭവിക്കുന്നുണ്ട് മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലും. പക്ഷേ സർപ്രൈസിംഗ്ലി ഒഡീഷയും വെസ്റ്റ് ബംഗാളും അത് മേക്കപ്പ് ചെയ്യുന്നു മാത്രമല്ല 3-4 സീറ്റ് കൂടുതലും കൂടെ കൊടുക്കുന്നു. അപ്പോൾ പടിഞ്ഞാറ് കുറയുന്നത് കിഴക്ക് കൂടുന്നുണ്ട്. തെക്കുന്ന് കിട്ടുന്ന കൂടുതലുണ്ടല്ലോ, അത് കോട്ടയിലേക്ക് വീഴുന്നുണ്ട്. അങ്ങനെയാണ് ഈ സാധനം 370 ക്രോസ് ചെയ്യുന്നത്. അത് അത്ഭുതകരമായ ഒരു ഫിനോമിനയായിട്ട് തോന്നുന്നു. ഞാനും വാസ്തവത്തിൽ വറീഡായിരുന്നു. കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഈ നഷ്ടപ്പെടുന്ന സീറ്റ് എന്ത് ചെയ്യും, കുറേയൊക്കെ നഷ്ടപ്പെടുമല്ലോ. ആൻറ്റി ഇൻകംബൻസി, അത് 110 കാരണങ്ങളുണ്ടാവും, നഷ്ടപ്പെടും. ഈ നഷ്ടപ്പെടുന്നത് സൗത്തിൽ നിന്ന് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിന്നിടത്ത് തന്നെ നിൽക്കുകയുള്ളൂ, കൂടുതലൊന്നും കിട്ടില്ല. പക്ഷേ സർപ്രൈസിംഗ്ലി ഇപ്പോൾ ഈ ഈസ്റ്റ് വിൽ കോമ്പൻസേറ്റ് ദ വെസ്റ്റ് ആൻഡ് സൗത്ത് വിൽ പ്രൊഡ്യൂസ് മോർ, സോ ദാറ്റ് ഹി വിൽ ക്രോസ് മേ ബി 400 പാർ വരെ പോകാനുള്ള സാധ്യത കാണുന്നു. എനിവേ എക്സിറ്റ് പോളിൻ്റെ റിസ്ക്കും നമ്മൾ ചർച്ച ചെയ്തു. ഓഫ് കോഴ്സ് ദാറ്റ് ഓൾസോ ക്യാൻ ഗോ റോങ്, അതും തെറ്റിപ്പോയി എന്ന് വരാം. ഏതായാലും ആസ് സച്ച് BJPക്കും രാഷ്ട്രത്തിനും നല്ലൊരു ഭാവി കാണുന്നു.